ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ലാംഗ്വേജ് ലേണിങ്ങിലെ പ്ലാറ്റോയുടെ തിയറിയാണ് കേട്ടോ. പ്ലാറ്റോസ് പ്രോബ്ലം തിയറി ഓഫ് ലാംഗ്വേജ്. നമുക്ക് ആദ്യം പ്ലാറ്റോയെ കുറിച്ച് അറിയാം. പ്ലാറ്റോ ഒരു ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫറാണ്. അദ്ദേഹം ഏതൻസിലാണ് ബോൺ ചെയ്തത് ഡ്യൂറിങ് ക്ലാസിക്കൽ പീരിയഡ്. ഇനി അദ്ദേഹം ആരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നോ? സ്റ്റുഡൻറ്റ് ഓഫ് സോക്രട്ടീസ് ആൻഡ് ദ ടീച്ചർ ഓഫ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ ടീച്ചറും സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻറ്റും ആയിരുന്നു പ്ലാറ്റോ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐഡിയലിസത്തിൻ്റെ ഫാദറായിട്ടാണ് പ്ലാറ്റോയെ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഐഡിയലിസം. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ദ അക്കാഡമി. അദ്ദേഹം പ്ലാറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദ അക്കാഡമി. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ദ അക്കാഡമി എന്ന് പറയുന്നത്. He gave immense importance to education and he describes his educational ideas in his famous book The Republic. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ആ ഒരു ബുക്കിലൂടെ അദ്ദേഹം എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയാസും അദ്ദേഹത്തിൻ്റെ തോട്ട്സും, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഐഡിയാസും തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫെയറസ്റ്റ് തിങ് ദാറ്റ് ദ ബെസ്റ്റ് ഓഫ് മെൻ ക്യാൻ എവർ ഹാവ്. പ്ലാറ്റോസ് എഡ്യൂക്കേഷൻ സിസ്റ്റം നോൺ ആസ് പ്ലാറ്റോണിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പുരുഷന് ലഭിക്കേണ്ട ഫസ്റ്റത്തതും അതുപോലെ ഫെയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള തിയറി എഴുതുമ്പോഴോ ഒക്കെ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തെക്കുറിച്ച് നോളജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ തിയറിയിലോട്ട് വരുന്നത്, പ്ലാറ്റോയുടെ പ്രോബ്ലം തിയറി ഓഫ് ലാംഗ്വേജ്. പ്ലാറ്റോ പറയുന്നത് നമ്മുടെ നോളജ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ആണ്, അതായത് ജന്മന കിട്ടുന്ന ഒന്നാണ് നോളജ്. മാത്രമല്ല നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, അതാരും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ പ്ലാറ്റോ പറയുന്നത് എന്താണ്? പ്ലാറ്റോ ബിലീവ്സ് ദാറ്റ് നോളജ് വാസ് ഇന്നേറ്റ്. ഹി സേയ്സ് പീപ്പിൾ കം ഇൻ ടു ദ വേൾഡ് നോവിങ് തിങ്സ്. കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഭൂമിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ലോകത്തേക്ക് വരുന്നത്. ദേ ആർ നോട്ട് ടോച്ച്. അവരാരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു കുട്ടിയുടെ നോളജ് എന്ന് പറയുന്നത് ഇൻബോൺ ആണ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അതിൽ പ്ലാറ്റോ പറയുന്നത് പീപ്പിൾ മസ്റ്റ് കം equipped with most of their knowledge and they need just hints to learn. അതായത് ജന്മവാസനയുള്ളതാണ്. എക്യുപ്പേഡ് എന്ന് പറഞ്ഞാൽ ജന്മവാസനയുള്ളതാണ് നോളജ് എന്ന് പറയുന്നത്. നമുക്ക് ജന്മന ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. അതിന് നമുക്ക് അവർക്ക് എന്ത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ? ഹിൻസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ എന്നാണ് പ്ലാറ്റോ പറയുന്നത്. Plato is where we begin our journey to understand the nature of language learning. ഇവിടെ പ്ലാറ്റോ പറയുന്നത് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ നേച്ചർ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇനി പ്ലാറ്റോ സജഷൻ ഈസ് എസെൻഷ്യലി ദാറ്റ് പീപ്പിൾ ഹാവ് ഇന്നേറ്റ് നോളജ്. ആളുകൾക്ക് എന്താണ്? ഇന്നേറ്റ് നോളജ് ഉണ്ട്. ബൈ ദ ഏജ് ഓഫ് 4, 4ാമത്തെ വയസ്സിൽ തന്നെ മോസ്റ്റ് ഓഫ് ചിൽഡ്രന് ഹാവ് ദ എബിലിറ്റി ടു കൺസ്ട്രക്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഇൻ ദെയർ നേറ്റീവ് ലാംഗ്വേജ്. 4ാമത്തെ വയസ്സിൽ തന്നെ മോസ്റ്റ് ഓഫ് ചിൽഡ്രൻസിന് എന്ത് കഴിവുണ്ട്? അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ പ്ലാറ്റോ പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ ഒരു പ്ലാറ്റോൻ്റെ പ്രോബ്ലം ഉണ്ട്, അതാണ് നമ്മുടെ ഹെഡ്ലൈൻ അല്ലേ, പ്ലാറ്റോസ് പ്രോബ്ലം തിയറി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എന്താണ്? പ്ലാറ്റോ ബിലീവ്സ് ദാറ്റ് നോളജ് വാസ് ഇന്നേറ്റ്. ഹി സേസ് പീപ്പിൾ കം ഇൻ ടു ദ വേൾഡ് നോവിങ് തിങ്സ്. ദേ ആർ നോട്ട് ടോച്ച്. ഹ്യൂമൻ ബീയിങ്സ് ഡു നോട്ട് ലിവ് എ ലോങ് ടൈം യറ്റ് ദേ അക്കംപ്ലിഷ് സോ മച്ച് ഇൻ ദാറ്റ് ലിമിറ്റഡ് ടൈം. ദിസ് ഈസ് നോൺ ആസ് പ്ലാറ്റോസ് പ്രോബ്ലം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. പ്ലാറ്റോ പറയുന്നത് നോളജ് ഇന്നേറ്റ് ആണ്, അതാരും നമുക്ക് പഠിപ്പിച്ച് തരുന്നതല്ല. ജന്മന ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. ഹ്യൂമൻ ബീയിങ്സ് കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കുന്നില്ല അല്ലേ, കൂടുതൽ കാലം ജീവിക്കുന്നില്ല. എന്നിട്ടും
ദേ അക്കംപ്ലിഷ് സോ മച്ച് ഇൻ ദാറ്റ് ലിമിറ്റഡ് ടൈം. ആ ഒരു ചെറിയ പരിമിതമായ സമയത്തിനുള്ളിൽ മനുഷ്യർ ദീർഘകാലം ഭൂമിയിൽ ജീവിക്കുന്നില്ല, എന്നിട്ടും ആ ഒരു പരിമിതമായ ലിമിറ്റഡ് ടൈമിനുള്ളിൽ അവർ വളരെ അധികം കാര്യങ്ങൾ ചെയ്യുന്നു. അതെങ്ങനെയാണ് എന്നുള്ളതാണ് പ്ലാറ്റോൻ്റെ പ്രോബ്ലം ഇവിടെ പറയുന്നത്. സോ ഇതാണിവിടെ ഒരു കണ്ടൻറ്റായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാം. Plato's suggestion is essentially that people have innate knowledge in the field of linguistics. Plato's problem is the problem of finding an explanation for how a child acquires knowledge, though the child does not receive explicit instruction and the primary linguistic data a child does receive is limited. പറയുന്നത് ഒരു കുട്ടിക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അതായത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രൈമറി ലിംഗ്വിസ്റ്റിക് ഡാറ്റയും കുട്ടിക്ക് കിട്ടുന്നത് പരിമിതമാണ്, ലിമിറ്റഡ് ആണ്. പിന്നെ എങ്ങനെയാണ് ആ ഒരു കുട്ടി നോളജ് അക്വയർ ചെയ്യുന്നത് എന്നതിനുള്ള വിശദീകരണം കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോബ്ലമാണ് പ്ലാറ്റോൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരിക്കൽ പറയുകയാണെങ്കിൽ പ്ലാറ്റോ പറയുന്നത് എന്താണ്? നോളജ് ഇന്നേറ്റ് ആണ്, പക്ഷേ ലിമിറ്റഡ് ടൈമുള്ളൂ മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നത്. പക്ഷെ അവർ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചെറിയ സമയം കൊണ്ട് ചെയ്ത് തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചെറിയ സമയം കൊണ്ട് നേടുന്നുണ്ട്. അതെങ്ങനെയാണ്? അതാണ് പ്ലാറ്റോൻ്റെ പ്രോബ്ലം. അല്ലെങ്കിൽ വളരെ കുറച്ച് കാലേ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ, ആ ഒരു സമയത്ത് തന്നെ കുട്ടി എന്തൊക്കെ സ്കില്ല് അക്വയർ ചെയ്യുന്നുണ്ട്? പിന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള സ്കില്ല് അക്വയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് മോട്ടോർ സ്കില്ല് അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻബോൺ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പ്ലാറ്റോൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി പ്ലാറ്റോൻ്റെ പ്രോബ്ലത്തെ നമ്മൾ റെഫർ ചെയ്യുന്നത് ദ പോവർട്ടി ഓഫ് ദ സ്റ്റിമുലസ് അല്ലെങ്കിൽ ദ പ്ലാറ്റോസ് പ്രോബ്ലം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ദ ഡിബേറ്റ് ഈസ് നോട്ട് ക്ലിയർ കട്ട്. അതായത് ഈ ഒരു ഡിബേറ്റ് ക്ലിയർ കട്ടല്ല, വ്യക്തമല്ല. ഇത് പ്ലാറ്റോയുടെ ഒരു വ്യൂ മാത്രമാണ് ഇതിൽ പറയുന്നത്. അതാണ് പ്ലാറ്റോസ് പ്രോബ്ലം തിയറി എന്ന് പറഞ്ഞ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാറ്റോസ് പ്രോബ്ലം തിയറി ഓഫ് ലേണിങ്ങിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു കാര്യനെ നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്യാം, നല്ല നീറ്റിൽ എഴുതുക. അതുപോലെ ഇൻട്രൊഡക്ഷനും കണ്ടൻറ്റും കൺക്ലൂഷനൊക്കെ കൊടുത്ത് എഴുതുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്